ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ പുതിയൊരു ബിസിനസ് സംരംഭം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മളിന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഏജൻസികളെയൊക്കെ സമീപിക്കാറുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ നേരിട്ട് നടത്താൻ സാധിക്കാത്ത പല കാര്യങ്ങളുണ്ടാകും. അതിനൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ ചെയ്തിരുന്ന ബ്രോക്കർമാരെ സമീപിക്കുക, അതുവഴി നമുക്ക് എന്താണ് ആവശ്യം ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് അതിന് നമ്മളൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനും ഏതിനും ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ബ്രോക്കർ എന്നുള്ള നില മാറിയിട്ട് ഒരു കൺസൾട്ടിങ് ഏജൻസി ആ ലെവലിലേക്ക് ഇന്ന് കാലം തൊഴിലിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൺസൾട്ടിങ് ഏജൻസികൾ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മൾ ബാക്കി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു വന്നത് കൺസൾട്ടിങ് ഏജൻസിയെക്കുറിച്ചാണ്. വ്യത്യസ്ത തരത്തിലുള്ള കൺസൾട്ടിങ് ഏജൻസികൾ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കൺസൾട്ടിങ് ഏജൻസി, അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നൊക്കെ ആളുകൾ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസി നമുക്ക് തുടങ്ങാം. രണ്ടാമത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസൾട്ടിങ് ഏജൻസി. മൂന്നാമത് നമുക്ക് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസൾട്ടിങ് ഏജൻസികൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കൺസൾട്ടിങ് ഏജൻസികൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കരിയറുകൾ, അപ്പോൾ ഓവർസീസ് കൺസൾട്ടിങ് ഫെസിലിറ്റീസ്, അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള ഓവർസീസ് കൺസൾട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതും നല്ല വരുമാനമാണ്. അതുപോലെ മാൻ പവർ സപ്ലൈ, അതൊക്കെ നല്ല കൺസൾട്ടൻസി ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻസിക്ക് നിങ്ങൾക്ക് റൺ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല ബിസിനസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി, പക്ഷേ നിങ്ങൾക്ക് പബ്ലിക് റിലേഷൻസ് ധാരാളം ഉണ്ടാകണം. നമുക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ധാരാളം ഉണ്ടാകണം. നല്ല രീതിയിലുള്ള റിലേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ അരികിൽ വരുന്ന കസ്റ്റമേഴ്സ്, അതാര് തന്നെ ആയിക്കോട്ടെ, അവരുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം. അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപാടുകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ എക്സസ് ആയിട്ടുള്ള എമൗണ്ടുകൾ വാങ്ങിക്കാനോ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ എപ്പോഴും നമ്മളൊരു സത്യസന്ധത പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കൺസൾട്ടിങ് ഏജൻസികൾ ചെയ്യുക വഴി നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. റിലേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലുപരി ഈ റിലേഷൻസ് നിങ്ങളുടെ ഡെവലപ്പ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ നല്ല ലാഭവും കിട്ടുന്ന ബിസിനസ് മേഖലയാണ് ഈ പറഞ്ഞ കൺസൾട്ടിങ് ഏജൻസീസ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരാൾ അല്ലെങ്കിൽ 2 പേരോ കൂടിയിട്ടായിരിക്കും ബിസിനസ്സൊക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുക വിൽപ്പനയൊക്കെ നടത്തിയത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിന് പല ലെവലുകളിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പല ലെവലുകളിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വലിയ ഗ്രൂപ്പുകളുമായിട്ട് അല്ലെങ്കിൽ വലിയ ഏജൻസികളുടെ സബ്ബുകളായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ്, പണ്ടത്തെ പോലെയല്ല. ഇന്ന് നിങ്ങൾക്ക് ഓൺലൈൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെല്ല് ചെയ്യണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കണമെന്നാണെങ്കിൽ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലും നിങ്ങൾക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള മാർക്കറ്റിംഗ് മീഡിയ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ബിസിനസ്സുകൾ വളർത്തിയെടുക്കുക. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതായത് പബ്ലിക്കിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസം അതുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് സ്ഥലമിടപാടുകളൊക്കെ നടത്തി നല്ല പരിചയമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത് അതിനൊരു എക്സ്പീരിയൻസ് നേടുക. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്,
നമ്മൾ ട്രാവൽ ഏജൻസികൾ അല്ലെങ്കിൽ ഇപ്പം ഓവർസീസ് കൺസൾട്ടേഷനൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട ഫോർമാലിറ്റീസ്, ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാ മേഖലയിലും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഇതിന് അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടിയിട്ട് നിങ്ങൾക്കൊരു കമ്പനിയാക്കി വേണമെങ്കിലും ഇത്